മാന്യതയുടെ പദ്ധതികൾ, സ്തോത്രം, നന്മയ്ക്കായുള്ള പദ്ധതികൾ. അപ്പം സ്വയം പറയണം, എന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നാട്ടുകാർക്കോ വീട്ടുകാർക്കോ നിന്നെപ്പറ്റി ഒരു പദ്ധതിയും കാണത്തില്ല. വീട്ടുകാർ പറയും ഇവനെ കൊണ്ട് അല്ലെ ഇവളെ കൊണ്ട്. പക്ഷെ ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടെന്ന് നീ തിരിച്ചറിയണം കുഞ്ഞെ. ഭാര്യയെ ഭർത്താവിനോ ഇവളെ കൊണ്ട് ഇനി ഒരു കഴിവില്ല. പക്ഷേ പ്രിയപ്പെട്ട ഭാര്യ സഹോദരി, നീ വിചാരിക്കണം ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതെന്ന്. ഈ വീട് തകർന്നു പോകാതിരിക്കാൻ നീ ആവശ്യമാണ്. ഭർത്താവ് പറയും ഇവളെ കൊണ്ടൊരു പ്രയോജനമില്ല, ഇവളെ കൊണ്ടൊരു പ്രയോജനം. ചിലപ്പോൾ അമ്മായിമ്മയും പറഞ്ഞു തന്നിരിക്കും, കുടുംബം ചിലപ്പോൾ നിന്നെ അങ്ങനെ പറഞ്ഞു തന്നിരിക്കും. പക്ഷേ ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. ആ കുടുംബം മുടിഞ്ഞു പോകാതെ, തകർന്നു പോകാതെ, ഉടഞ്ഞു പോകാതെ ഇപ്പം നിന്നെ കൊണ്ടുവന്ന് ആ വീട്ടിൽ കയറ്റിയതാണ്. നിനക്ക് വലിയ വിദ്യാഭ്യാസമോ വലിയ സമ്പത്തോ വലിയ ജോലിയോ വരുമാനമോ ഒന്നും കാണത്തില്ല. പക്ഷേ സ്വർഗ്ഗം നിന്നെ ആ കുടുംബത്തിലാക്കി വെച്ചിരിക്കുക, ആ കുടുംബം തകർന്നു പോയിരിക്കും. അപ്പം ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം. നാട്ടുകാരറിഞ്ഞില്ലെങ്കിൽ ഞാൻ തിരിച്ചറിയണം. ഞാൻ തിരിച്ചറിഞ്ഞാൽ എനിക്കൊരു ഗുണമുണ്ട്. കാരണം ഏത് സാഹചര്യങ്ങളെയും അതിജീവിപ്പാൻ, അതിനകത്തൂടെ കടന്നു പോകാനുള്ള കൃപ വരും. അപ്പോൾ പെരുവെള്ളത്തിനകത്തൂടെ പോയാലും നീ ഭാരപ്പെടത്തില്ല. സ്വതന്ത്രം. തീയിലൂടെ പോയാലും നീ ഭാരപ്പെടത്തില്ല. കാരണം എനിക്കറിയാം തീച്ചൂളയിലൂടെ പോയാലും എന്നെ വിടുവിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. പെരുവെള്ളം വരുന്നത് കണ്ടെന്ന് നീ ഭയപ്പെടത്തില്ല. കാരണം അതിൽ മുങ്ങാൻ